അങ്ങനെ ഭരതനാട്യം 2 മോഹിനിയാട്ടം സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു സിനിമയുടെ റിലീസ്. പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, ഇന്ന് അൺഎക്സ്പെക്ടഡ്ലി പോയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കുറേ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വന്നു. അങ്ങനെ അവനുമായിട്ട് അങ്ങനെ പോയതാണ് സിനിമ കാണാനായിട്ട്. നമ്മുടെ സൈജു കുറുപ്പാണ് മെയിൻ ലീഡിൽ വന്നിട്ടുള്ളത്. സൈജു കുറുപ്പ്, പിന്നെ ബേബി ജീനുണ്ട്, പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂട്, വിനയ് ഫോർട്ട്, പിന്നെ കലാരഞ്ജിനി. അങ്ങനെ നല്ല കാസ്റ്റിംഗ് ഉള്ളൊരു സിനിമയാണ്. നമ്മൾ ഭരതനാട്യം നിങ്ങൾ കണ്ടവരായിരിക്കും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട പടമായിരുന്നു. തിയേറ്ററിൽ അധികം ഹിറ്റാവാതെ പോയ പടമാണ് ഭരതനാട്യം. അപ്പം OTT ഏകദേശം ആട് സിനിമയൊക്കെ പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇല്ലെങ്കിലും അങ്ങനെ വേണമെങ്കിൽ പറയാം. OTT വന്നപ്പോൾ അത്യാവശ്യം സിനിമ ക്ലിക്കായി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്നാണ് സിനിമയുടെ പേര്. പടം അടിപൊളി പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരുന്ന ഈ ആട് 2-ന് ശേഷം ഫസ്റ്റിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ആട് 2 ആയിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം ഈ അടുത്ത് കണ്ടത് വാഴ 2 ആണ്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഴയേക്കാളും മേലെ നിൽക്കുന്നൊരു പടമാണ് വാഴ 2 എന്ന്. ഇപ്പം അത് അടുത്തായി ഉടനെ തന്നെ ഒരു പടം കണ്ടു, അതും ഫസ്റ്റിനേക്കാൾ അപ്പുറമായിട്ടുള്ള പടം. മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഓരോ സീൻ ബൈ സീൻസ് അങ്ങനെ എടുത്തിരിക്കുന്നതാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഫസ്റ്റിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു പടം. ഫസ്റ്റിൻ്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം, കുറച്ച് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഇമോഷണലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു പടമാണ്. പക്ഷേ ഇത് ഇമോഷണൽ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഒരു